ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നാളത്തെ SSLC റിസൾട്ട് കാത്തിരിക്കുന്ന രക്ഷിതാക്കളോടും അവരുടെ മക്കളോടുമാണ് എനിക്ക് ആക്ച്വലി ഈ സംസാരിക്കാനുള്ളത്. മക്കളെ, നിങ്ങളെല്ലാവരും ടെൻഷനിലായിരിക്കും, രക്ഷിതാക്കളും അതുപോലെ തന്നെ ടെൻഷനിലായിരിക്കും. കാരണം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തു നിന്നിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട്, കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും നമ്മൾ പ്രഷർ ചെയ്തിട്ടുണ്ട്. മക്കളാണെങ്കിലോ രാവും പകലും ഇല്ലാതെ ഇരുന്ന് പഠിച്ചിട്ടുമുണ്ട്. അതിന്റെ റിസൾട്ടാണ് നാളെ 9-ാം തീയതി നമ്മളെ കാത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉറപ്പാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ആദ്യത്തെ കാര്യം രക്ഷിതാക്കളോടാണ്. രക്ഷിതാക്കൾ എല്ലാവരും നിങ്ങളുടെ ടെൻഷനുകൾ ആ മക്കളുടെ ദേഹത്തേക്ക് അടിച്ച് കയറ്റരുത് എന്നുള്ളതാണ്. കാരണം അവർ ഓൾറെഡി ടെൻഷനിലാണ്. അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അവരുടെ റിസൾട്ട് എന്തായിരിക്കും, അവരുടെ ആ സ്കോർ എങ്ങനെയായിരിക്കും, അവരുടെ ഫ്രണ്ട്സിന്റെ റിസൾട്ടുമായിട്ട് അവരുടെ റിസൾട്ട് എത്തുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഭയങ്കരമായിട്ട് വർറിഡ് ചെയ്ത് നിൽക്കുക. ആ സമയത്ത് നിങ്ങളും കൂടെ നാളത്തെ നിന്റെ റിസൾട്ട് എന്താ, എങ്ങനെയായിരിക്കും, ഫുൾ A+ ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ആ റിസൾട്ട് മാറാൻ പോകുന്നുണ്ടോ? ഒരു മാറ്റവും വരാനില്ല. സോ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കൂടെ ദയവ് ചെയ്തിട്ട് മക്കൾക്ക് നൽകരുത്. അവർക്ക് ഭംഗിയുള്ള റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് മക്കളോടാണ്. മക്കളെ, നിങ്ങളെല്ലാം ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ലടാ. രാവും പകലും ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടില്ലേ? എക്സാമിനേഷന് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ 12 മണിക്കൂറും 13 മണിക്കൂറും ഉറക്കമില്ലാതെയും പഠിച്ച എത്രയോ മക്കളെ ഞങ്ങൾക്കറിയാം. അവരെല്ലാവരും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാറേ, മറ്റൊന്നുമല്ല, ഭയങ്കര ടെൻഷനാ സാറേ. നാളത്തെ ദിവസം അടുക്കുന്നതിനനുസരിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോഴുള്ള ടെൻഷനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾ പഠിച്ചതിനുള്ള റിസൾട്ട് നാളെ നിങ്ങൾക്ക് വരും. നിങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു, മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു ഒന്നും worried ആവണ്ട. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ നാളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഉണർത്തുകയാണ്. അഥവാ നിങ്ങൾ സ്വപ്നം കണ്ട റിസൾട്ട് നിങ്ങൾക്ക് എത്തിയില്ല എങ്കിൽ അവിടെ തളർന്നു വീഴരുതേ. ഒരിക്കലും ഫുൾ A+ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഭൂമി രണ്ടായി മാറുകയോ അല്ലെങ്കിൽ ഭൂമി തല കുത്തനെ നിൽക്കുകയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. ഫുൾ A+ എന്നുള്ളത് സ്വപ്നമായിരിക്കാം. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്ന് കരുതിയിട്ട് അവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അത് ഞാൻ എക്സാമിനേഷന്റെ റിസൾട്ടിന് തൊട്ട് മുൻപേ പറയാനുള്ള കാരണം ഇതാണ്. റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യില്ല, നോക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അതിന് മുൻപേ തന്നെ നിങ്ങൾ മനസ്സിൽ അറിഞ്ഞു വെച്ചേക്കണം. ഇനി നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുകയാണെങ്കിൽ യു ഷുഡ് ബി സെലിബ്രേറ്റ്. 9 A+ ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തോടാ. 8 A+ ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തോടാ. കാരണം നിങ്ങൾ പഠിച്ചതിനുള്ള റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നും നിങ്ങളെ തളർത്താൻ പോകുന്നില്ല. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയെ വലിയ രീതിയിൽ ചേഞ്ചുകൾ വരുത്തുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പഠിത്തം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റക്ക് ആവുന്ന കാര്യമൊന്നുമല്ല. സോ ബി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ രക്ഷിതാക്കളുണ്ട്, ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നാളത്തെ റിസൾട്ടിനെ നേരിടാം.